ഹായ് ഓൾ. ലബോറട്ടറി അസിസ്റ്റൻ്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് രണ്ടാം ഘട്ട പ്രിലിംസ് പരീക്ഷ, അതുപോലെ തന്നെ CPO, വുമൺ CPO തുടങ്ങിയ പ്രധാനപ്പെട്ട പരീക്ഷകളിലേക്കുള്ള ഒരു കറണ്ട് അഫെയർസ് സീരീസാണ്. അപ്പോൾ ഇതിൻ്റെ 5ാമത്തെ പാർട്ടാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത്. മുൻ ക്ലാസ്സുകൾ കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. സോ നിങ്ങൾ ഓൾറെഡി അതൊരു പ്ലേലിസ്റ്റാണ്. നിങ്ങൾ പാർട്ട് 1, പാർട്ട് 2 ഒക്കെ നിങ്ങൾ ഓർഡറായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രധാനപ്പെട്ട ഓരോ കറണ്ട് അഫെയർസും മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കും. ഇത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് പറയുകയല്ല. റീസെൻ്റ് ആയിട്ട് പല ജനറൽ PSC എക്സാമുകളിലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതിൻ്റെ കണക്റ്റഡ് ഫാക്റ്റുകളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ കുറച്ച് സമയം കൊണ്ട് മാക്സിമം പോയിന്റ് നമ്മളിലേക്ക് ലഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ്. വെൽക്കം ടു സ്പെക്ട്രം. സോ നമ്മൾ ഇന്നത്തെ ആദ്യ ചോദ്യം എന്ന് പറയുന്നത്, സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? അല്ലെ, ഇപ്പൊ വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയിട്ടുള്ള ഫോർട്ട് വില്യം, ഇപ്പൊ ഫോർട്ട് വില്യത്തിന്റെ പേര് എന്താണ് മാറ്റിയിട്ടുള്ളത്? അത് ആ ചോദ്യത്തിൽ തന്നെ വേറൊരു ചോദ്യം ഉണ്ട് അല്ലെ. ഫോർട്ട് വില്യത്തിന്റെ പുതിയ പേരെന്താണ്? വിജയ് ദുർഗ് എന്നാണ് അല്ലെ. അപ്പൊ ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഫോർട്ട് വില്യം എവിടെയാണ്? കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടൊന്ന് പഠിക്കാം. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമായ കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം ഇനി മുതൽ അറിയപ്പെടുന്നത് വിജയ് ദുർഗ് എന്നാണ്. ആസ്ഥാനത്തിന്റെ, അതായത് ഈ ഫോർട്ട് വില്യത്തിന്റെ ഒരു കവാടമായിട്ടുള്ള സെയിന്റ് ജോർജ് കവാടം ഇനി എന്താ അറിയപ്പെടും? ശിവജി കവാടം. മേ ബി ഇതൊക്കെ മാത്സ് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫോർട്ട് വില്യത്തിന്റെ ആസ്ഥാനത്തിന്റെ ഒരു കവാടം എന്താണ് ഇനി അറിയപ്പെടുക? അതിന്റെ പേര് സെയിന്റ് ജോർജ് കവാടം എന്നായിരുന്നു. ഇനി അറിയപ്പെടുക ശിവജി കവാടം എന്നാണ്. ഉള്ളിലെ കെട്ടിടങ്ങളിൽ ഒന്നായ കിച്ചനർ ഹൗസ് എന്താണ്? മനേക്ഷാ ഹൗസ് എന്നറിയപ്പെടും. ഈ മനേക്ഷാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1971 ബംഗ്ലാദേശ് രൂപപ്പെട്ട ആ സമയത്തെ കരസേനാ മേധാവിയായിരുന്നു. 1971 കാലഘട്ടത്തിലെ കരസേനാ മേധാവിയായിരുന്നു ആര്? മനേക്ഷാ എന്ന് പറയുന്നത്. അപ്പോ ഈ ഫോർട്ട് വില്യവുമായി ബന്ധപ്പെട്ട കുറച്ച് പേരുമാറ്റലുകൾ നടന്നിട്ടുണ്ട്. ഫോർട്ട് വില്യത്തിന്റെ പേര് വിജയ് ദുർഗ് എന്നാണ്. അതിന്റെ ഒരു കവാടമായിട്ടുള്ള സെയിന്റ് ജോർജിന്റെ പുതിയ പേര് ശിവജി കവാടം എന്നാണ്. കിച്ചനർ ഹൗസിന്റെ പേരെന്താണ്? മനേക്ഷാ ഹൗസ് എന്നാണ് കേട്ടോ. അടുത്തത്, താഴെ തന്നിട്ടുള്ളവയിൽ 2024 പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തി ആരാണ്? പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തി എന്ന് പറയുന്നത്? പത്മസുബ്രഹ്മണ്യമാണ് കേട്ടോ. പത്മസുബ്രഹ്മണ്യമാണ്. ഇത് 2024 പത്മവിഭൂഷണാണ്. നമ്മൾ റീസെന്റ് ആയിട്ട് 2025 പറയുന്നത്. അപ്പൊ 2025 പ്രധാനപ്പെട്ട കേരളീയ ജേതാക്കളെയാണ്, അല്ലെങ്കിൽ മലയാളി ജേതാക്കളെയാണ് നമ്മൾ പറയുന്നത്. അപ്പോ 2025 7 പത്മവിഭൂഷൺ കൊടുത്തിട്ടുണ്ട്. 7 പത്മവിഭൂഷൺ കൊടുത്തിട്ടുണ്ട്. ദെൻ 19 പത്മഭൂഷൺ കൊടുത്തിട്ടുണ്ട്. 113 പത്മശ്രീ കൊടുത്തു. അങ്ങനെ ടോട്ടൽ 139 പത്മ പുരസ്കാരം 2025 സമ്മാനിച്ചിട്ടുണ്ട്. അതില് പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ച വ്യക്തിയാണ് MT വാസുദേവൻ നായർ. അദ്ദേഹം 2024 ഡിസംബർ 25 അഥവാ ക്രിസ്മസ് ദിനത്തിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. തൊട്ടടുത്ത ദിവസമാണ് മൻമോഹൻ സിംഗ് അന്തരിക്കുന്നത്. ഓക്കെ, അപ്പോ പത്മവിഭൂഷൺ 7 പേർക്ക്, പത്മഭൂഷൺ 19 പേർക്ക്, പത്മശ്രീ 113 പേർക്ക്, അങ്ങനെ ടോട്ടല് 139 പേർക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സോ MT വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ ലഭിച്ച വ്യക്തികളാണ് ശ്രീജേഷ്, അല്ലെ, ഹോക്കി പ്ലെയർ ആണ്. പാരീസ് ഒളിമ്പിക്സിലും ടോക്കിയോ ഒളിമ്പിക്സിലും വെങ്കല മെഡൽ ജേതാവാണ്. ജോസ് ചാക്കോ പെരിയപുരം, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട പ്രശസ്തനാണ് അദ്ദേഹം. ജോസ് ചാക്കോ പെരിയപുരം എന്ന് പറയുന്നത്. ഇനി പത്മശ്രീ ആണെങ്കിൽ ഓമനക്കുട്ടി ടീച്ചർ, കർണാടക സംഗീതജ്ഞയാണ്. ഗുരുവായൂർ ദൊരൈ മൃദംഗ വിദ്വാനാണ് കേട്ടോ. അദ്ദേഹം ഏത് കലയിലാണ്, അല്ലെങ്കിൽ ഏത് സംഗീത ഉപകരണത്തിലാണ് പ്രശസ്തൻ എന്നൊക്കെ ചിലപ്പം ചോദിക്കാം. മൃദംഗവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഗുരുവായൂർ ദൊരൈ. പിന്നെ IM വിജയൻ ഫുട്ബോൾ പ്ലെയർ ആണ്. അപ്പോൾ
ആ വ്യക്തികളും അവര് പ്രശസ്തമായിട്ടുള്ള മേഖല കൂടി കൃത്യമായിട്ട് പഠിക്കുക. അങ്ങനെയും ചോദ്യം വരാം. ഞാൻ പറഞ്ഞ പോലെ ഗുരുവായൂർ ദറ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടതാണ്? മൃദംഗം. ഓമനക്കുട്ടി ടീച്ചർ കർണാടക സംഗീതജ്ഞയാണ്. അപ്പൊ ഇങ്ങനെയും ചോദ്യങ്ങളൊക്കെ വരാം. അതുകൊണ്ട് കൃത്യമായിട്ട് അത് ഓർത്തിരിക്കുക. അടുത്ത, കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി. ഇപ്പോഴും കേരള മന്ത്രിസഭയെ കുറിച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ചോദ്യം ഡിസ്കസ് ചെയ്താണ്. അപ്പൊ ഇവിടെ ഈ ചോദ്യത്തില് നമുക്ക് മേ ബി നമ്മൾ പലരും വി ശിവൻകുട്ടി ഒരിക്കലും ആവത്തില്ല എന്ന് പലരും ചിന്തിച്ചു കാണും അല്ലെ. കാരണം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് വി ശിവൻകുട്ടി. അതുകൊണ്ട് തൊഴിൽ വകുപ്പ് എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി അല്ല എന്ന് നമ്മൾ, അല്ലെങ്കിൽ വി ശിവൻകുട്ടി അല്ല എന്ന് നമ്മൾ ചിന്തിക്കും. അല്ല, വി ശിവൻകുട്ടി എന്താണ്? ലേബർ ആൻഡ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അത് ഉന്നത വിദ്യാഭ്യാസം ഇല്ല, നമ്മുടെ പ്രാഥമിക വിദ്യ അല്ലെങ്കിൽ ഹൈസ്കൂൾ തലമുള്ള അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള ആ ഒരു വകുപ്പാണ് വി ശിവൻകുട്ടി കൈകാര്യം ചെയ്യുന്നത്. സോ തൊഴിൽ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും അതാരാണ്? വി ശിവൻകുട്ടിയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്, നിയോജക മണ്ഡലമാണ് നേമം. ഓക്കെ, നേമം നിയോജക മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചു വരുന്നത്. ഓക്കെ, തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് കേട്ടോ. ഇനി നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? കിരൺ റിജിജു ആണ് കേട്ടോ. നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു എന്താണ്? പാർലമെന്ററി, ന്യൂനപക്ഷം തുടങ്ങിയ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. ഹർദീപ് സിംഗ് പുരിയൊക്കെ ആണെങ്കിൽ പെട്രോളിയം വാതകം ഒക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ക്യാബിനറ്റ് മന്ത്രിയാണ്. മൻസുഖ് മാണ്ഡവ്യ ആണെങ്കിൽ യുവജനകാര്യം, കായികം തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് മൻസുഖ് മാണ്ഡവ്യ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഈ പെട്രോളിയം വാതകം തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വകുപ്പിന്റെ ക്യാബിനറ്റ് മന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? ഹർദീപ് സിംഗ് പുരി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പാർലമെന്ററി കാര്യം കിരൺ റിജിജു ആണ്. ന്യൂനപക്ഷം, പാർലമെന്ററി കാര്യമൊക്കെ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മിനിസ്റ്ററാണ് കിരൺ റിജിജു എന്ന് പറയുന്നത്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ ആണ് കേട്ടോ. സൗദി അറേബ്യയാണ് 2024 പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു മരുഭൂവൽക്കരണം എന്നൊക്കെ ആ ഒരു അർത്ഥത്തിൽ വരുന്ന തീമായിരുന്നു 2024 ലോക പരിസ്ഥിതി ദിനത്തിന്. 2025 കേട്ടോ, 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് സൗത്ത് കൊറിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ 2024 സൗദി അറേബ്യ, 2025 സൗത്ത് കൊറിയ. തീം എന്ന് പറയുന്നത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, അതായത് പ്ലാസ്റ്റിക് മലിനീകരണം ഇല്ലാതാക്കുക എന്നുള്ളതാണ് 2025 പരിസ്ഥിതി ദിനത്തിന്റെ ആ ഒരു തീം എന്ന് പറയുന്നത് കേട്ടോ. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ദക്ഷിണ കൊറിയ അല്ലെങ്കിൽ സൗത്ത് കൊറിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മെനിഞ്ചൈറ്റിസിനെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ രാജ്യമാണ് നൈജീരിയ എന്ന് പറയുന്നത് കേട്ടോ. ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള നൈജീരിയയാണ് മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ രാജ്യമാണ് നൈജീരിയ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യം. ഇനി 2025 റാംസർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്വാ തടാകം സ്ഥിതി ചെയ്ത ഏത് സംസ്ഥാനത്താണ്? ഉദ്വാ തടാകം ജാർഖണ്ഡ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജാർഖണ്ഡ് സംസ്ഥാനത്തെ ഏക അല്ലെങ്കിൽ ആദ്യത്തെ ജാർഖണ്ഡ് സംസ്ഥാനത്തെ ഏക അല്ലെങ്കിൽ ആദ്യത്തെ റാംസർ സൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഉദ്വാ തടാകം എന്ന് പറയുന്നത്. ഇപ്പോൾ കറന്റ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. 20 റാംസർ സൈറ്റ് തമിഴ്നാട്ടിലുണ്ട്. അതുപോലെ ഇന്ത്യയിൽ ടോട്ടൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 ജൂൺ 10 വരെയുള്ള കണക്കനുസരിച്ച് 91 റാംസർ സൈറ്റ് ഇന്ത്യയിൽ കറന്റ് ഉണ്ട്. ഓക്കെ, റീസെന്റ് ആയിട്ട് 2025 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് 2 പുതിയ റാംസർ സൈറ്റുകൾ കൂടി ആഡ് ചെയ്തിരുന്നു. സോ 2025 റാംസർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്വാ തടാകം, അതായത് ജാർഖണ്ഡിലെ ആദ്യത്തെ
തടാകമാണ്. സക്കരക്കൊട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു 4 റാംസർ സൈറ്റ് കഴിഞ്ഞ വർഷം അപ്രൂവ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഉദ്വാ തടാകം നിലവിൽ വരുന്നത്. അപ്പോൾ ഉദ്വാ തടാകം ജാർഖണ്ഡിലെയാണ്. ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റ് ഉള്ള സംസ്ഥാനമാണ് തമിഴ്നാട്, 20 റാംസർ സൈറ്റ്. ഇന്ത്യയിൽ ടോട്ടൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 ജൂൺ 10 വരെയാണെങ്കിൽ 91. ഞാൻ ആ ഡേറ്റ് പറയുന്നത് മേ ബി നിങ്ങൾ ഫ്യൂച്ചറിൽ ക്ലാസ്സുകൾ കാണുകയാണെങ്കിൽ മേ ബി അന്ന് ആ ഒരു നമ്പർ മാറിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഡേറ്റ് അടക്കം പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, ICC 2020 വേൾഡ് കപ്പ് 2024 ബന്ധപ്പെട്ട ചോദ്യമാണ്. 2024 നടന്ന 2020 ലോകകപ്പ് ക്രിക്കറ്റിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഏറ്റവും കൂടിയ റൺസ് നേടിയത് റഹ്മാനുള്ള ഗുർബാസ് എന്ന പാകിസ്ഥാൻ താരമാണ്. പാകിസ്ഥാൻ അല്ല, അദ്ദേഹം അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. റഹ്മാനുള്ള ഗുർബാസ് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ താരമാണ് അദ്ദേഹം. റൺവേട്ടയിൽ 3-ാം സ്ഥാനത്ത് ഇന്ത്യൻ നായകനായ ഇവിടെ തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, രോഹിത് ശർമ്മയാണ്. നമുക്ക് നോക്കാം ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ, അത്ര ഉറപ്പില്ല, എന്നാൽ കൂടി നമുക്ക് നോക്കാം, ബാക്കിയുള്ള ഓപ്ഷൻ നോക്കാം. ഇനി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ്, അത് തെറ്റാണ്. ഇനി 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ആകെ 55 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ABC, അതായത് ഇവിടെ ആൻസർ ഓൾറെഡി ഉണ്ട് കേട്ടോ, ഇവിടെ ABC, അതായത് ആദ്യ 3 ഓപ്ഷനും എന്താണ്, തെറ്റാണ്. ആദ്യ 3 ഓപ്ഷൻ എന്താണ്, തെറ്റാണ്. ഇത് ആക്ച്വലി ഈ റൺവേട്ടയിൽ 3-ാം സ്ഥാനത്ത് നിന്ന് ഒരാൾ നോക്കൂല, മേ ബി എന്താ പറയാ, ഏറ്റവും കൂടുതൽ റൺസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആര്, അത് മാത്രമേ നോക്കുള്ളൂ. ഫസൽ ഫറൂഖിയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് റഹ്മാനുള്ള ഗുർബാസ് എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാൻ താരമാണ്. ഫസൽ ഫറൂഖിയും അഫ്ഗാനിസ്ഥാൻ താരമാണ്. അല്ലാതെ ഈ ഒരു കൗണ്ടും എത്ര മത്സരങ്ങൾ ഉണ്ടായെന്നൊന്നും ഒരിക്കലും മേ ബി ചോദിക്കാൻ ചാൻസ് ഇല്ല. അതൊക്കെ ഒരാൾക്കും കിട്ടരുതെന്ന രീതിയിൽ ചോദിച്ചൊരു കറണ്ട് അഫയർ ചോദ്യമാണ് അത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കായിക മാമാങ്കം വരുമ്പോൾ അതിൽ എത്ര മത്സരം ഉണ്ടായിരുന്നു, ആരാണ് ടോപ്പ് 3 ഗോൾ അടിച്ചതെന്ന് നോക്കേണ്ട. മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട പോയിന്റ്സ്, ഇപ്പോൾ ക്രിക്കറ്റ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ റൺസ്, ഏറ്റവും കൂടുതൽ വിക്കറ്റ്, പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പഠിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഫുട്ബോൾ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത്, ടൂർണമെന്റിലെ മികച്ച താരം, ഇങ്ങനെയുള്ള അവാർഡൊക്കെ നോക്കുക. അല്ലാതെ ഏറ്റവും ഗോൾ വേട്ടയിൽ 3-ാം സ്ഥാനത്താരാണ്, 5-ാം സ്ഥാനത്താരാണ്, ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നോക്കി നിങ്ങൾ സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. ഇനി 2024 ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് കന്നഡ താരമായ ഋഷഭ് ഷെട്ടിയാണ്, അത് ശരിയാണ്. കാന്താര എന്ന് പറയുന്ന ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. കാന്താര എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഋഷഭ് ഷെട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. ഏറ്റവും മികച്ച ചിത്രം ഏതാണ്? ആനന്ദ് ഏകർഷിയുടെ ആട്ടമാണ്, അതും ശരിയാണ്. മികച്ച പ്രാദേശിക സിനിമ മലയാളം വിഭാഗത്തില് സൗദി വെള്ളക്കൊക്കാണ് ലഭിച്ചത്, അതും ശരിയാണ്. അപ്പൊ 3 പോയിന്റും ശരിയായതുകൊണ്ട് 4ാമത്തവും ശരിയാവേണ്ടതാണ്. മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബോംബെ ജയശ്രീയാണ്, അതും ശരിയാണ്. അപ്പോൾ ഈ ആട്ടത്തെക്കുറിച്ച് ഇനിയും ചോദ്യങ്ങൾ വരാം. 2024 ദേശീയ ചലച്ചിത്ര അവാർഡ്സിൽ മികച്ച ചിത്രം ആട്ടമായിരുന്നു, മികച്ച എഡിറ്റിംഗ് ആട്ടമായിരുന്നു, മികച്ച തിരക്കഥ, അതൊക്കെ ആട്ടത്തിനായിരുന്നു പുരസ്കാരം ലഭിച്ചത്. ആട്ടത്തിന്റെ ഡയറക്ടറാണ് ആനന്ദ് ഏകർഷി. ആരാണ്? ആനന്ദ് ഏകർഷി എന്ന് പറയുന്നത്. എന്നാൽ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ മികച്ച ചിത്രം അത് ആട്ടമല്ല, അത് ദി ഗോട്ട് ലൈഫ്, ആടുജീവിതമാണ്. ദി ഗോട്ട് ലൈഫ്, ആടുജീവിതമാണ്. ഓക്കെ, സോ മികച്ച നമ്മുടെ ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച സിനിമ, മികച്ച എഡിറ്റിംഗ്, മികച്ച തിരക്കഥ തുടങ്ങിയ പുരസ്കാരങ്ങളെല്ലാം നേടിയിട്ടുള്ള മലയാള ചിത്രമാണ് ആട്ടം. എന്നാൽ പ്രാദേശിക സിനിമാ വിഭാഗത്തിൽ മികച്ച ചിത്രം ഏതാണ്? സൗദി വെള്ളക്കയാണ്. മാറിപ്പോകരുത് കേട്ടോ, സൗദി വെള്ളക്കയാണ്. മികച്ച പിന്നണി ഗായിക ബോംബെ ജയശ്രീയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയുള്ളത് പഠിക്കുക, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു പോയത് കേട്ടോ. പിന്നെ മികച്ച നടി എന്ന് പറയുന്നത്, മികച്ച നടൻ ഋഷഭ് ഷെട്ടിയാണ്. മികച്ച നടി ആരാണ്? മാനസി പരേക്കും. അതുപോലെ തന്നെ ദി കച്ച് എക്സ്പ്രസ് എന്ന് പറയുന്ന സിനിമക്ക് മാനസി പരേക്കും, അതുപോലെ തിരുച്ചിട്ടമ്പലം എന്ന് പറയുന്ന സിനിമക്ക് നിത്യ മേനോനുമായിരുന്നു മികച്ച നടി. രണ്ടുപേർക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, മാനസി പരേക്കും നിത്യ മേനോനും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, 2024 ഡിസംബർ 11 മുതൽ റിസർവ് ബാങ്കിന്റെ ഗവർണറായി ചുമതലയേറ്റത് ആരാണ്? റിസർവ് ബാങ്കിന്റെ 26ാമത്തെ ഗവർണറാണ് ആരെന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്നത്. പിന്നെ ഒരു സഞ്ജീവ് ഖന്ന ഉണ്ടായിരുന്നു, അദ്ദേഹം 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. സഞ്ജീവ് ഖന്ന സുപ്രീം കോടതി
ചീഫ് ജസ്റ്റിസ് ആണ് 51ാമത്തെ. 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ ചുമതലയേറ്റു. BR ഗവായ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 26ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. സോ മറ്റൊരു ചെറിയൊരു എപ്പിസോഡാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഈ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള എല്ലാ വീഡിയോസും കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. മാക്സിമം കണക്റ്റഡ് പോയിന്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷോർട്ട് ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഡൗട്ടുള്ള വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.